ഹലോ, അങ്ങനെ നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞു അല്ലേ? ക്രിസ്മസ് എക്സാം കഴിഞ്ഞു, വെക്കേഷൻ ഇത് ഇപ്പോൾ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 25-ാം തീയതി ആണ് ഇന്ന് ക്രിസ്മസ് ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ പബ്ലിക് എക്സാമും അതേപോലെ തന്നെ മോഡൽ എക്സാമുമാണ്. അപ്പോൾ നമ്മുടെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 17 മുതൽ 27 വരെയാണ് നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത്. അതിനിടയ്ക്കായിരിക്കും മോഡൽ എക്സാം നടക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് നമ്മുടെ പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്തത് മാർച്ച് 6 മുതൽ 29-ാം തീയതി വരെയാണ് നമ്മുടെ മോഡൽ എക്സാം ഫൈനൽ എക്സാം നടക്കുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും ആ ഒരു മോഡൽ എക്സാമിന് കഴിഞ്ഞ് പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനിടയ്ക്ക് നമുക്കുള്ളത് 6 ദിവസം മാത്രമായിരിക്കും കേട്ടോ. അങ്ങനെ ആ ഒരു 6 ദിവസം കഴിഞ്ഞ് പിന്നെ നമ്മുടെ പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ആ ഒരു 6 മുതൽ 29 വരെ 24 ദിവസം ആണ് ആ ഒരു അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഒരു എക്സാം കഴിഞ്ഞു, ചില എക്സാമുകൾക്ക് നമുക്കറിയാം 2 ദിവസമാണ് നമുക്ക് അവധിയുള്ളത്, ചിലതിന് 2-3-4 ദിവസമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ദിവസം നമുക്ക് പഠിക്കാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഓർമ്മയിലുണ്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒന്നും കൂടെയൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് വന്ന് നല്ല രീതിക്ക് തന്നെ റിവൈസ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കിയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ടൈം മാത്രമായിരിക്കും നമുക്ക് ആ ഒരു 24 ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും അതിന് മുന്നേ തന്നെയായിട്ട് നമുക്ക് ഇതുവരെ നമുക്ക് എടുത്തിട്ടുള്ള നമ്മുടെ എല്ലാ പോർഷൻസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകണം കേട്ടോ. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള ഒരു കിഡ്ലൻ സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസംബർ 25 ഡിസംബർ 25 മുതൽ ഫെബ്രുവരി 5 വരെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാൻ കിടക്കുന്നുള്ളത് കേട്ടോ. അപ്പോൾ ഡിസംബർ 25 ആയിട്ടുള്ള ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് പറ്റുന്നവർ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. എന്നാലും ഈ ഒരു ഫെബ്രുവരി 5 ഞാൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ശരിക്കും ഫെബ്രുവരി 4 വരെ മതി 5 കൊടുത്തിട്ടുള്ളത്. ഇന്നിപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് തുടങ്ങുന്നതുകൊണ്ടാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഈ ഒരു കാലയളവിൽ നമുക്ക് പഠിച്ച് തീർക്കേണ്ടതായിട്ടുള്ള ചാപ്റ്റേഴ്സ് ടോട്ടൽ എത്രയുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വരുന്നത് ബോട്ടണിയാണ്. ബോട്ടണിയിൽ നമുക്ക് വരുന്നത് 9 ചാപ്റ്റേഴ്സാണ്, സുവോളജിയിൽ 10 ചാപ്റ്റേഴ്സും. അങ്ങനെ ടോട്ടൽ ബയോളജിയിൽ നമുക്ക് 19 ചാപ്റ്റേഴ്സാണ് കേട്ടോ ഉള്ളത്. അടുത്തതായിട്ട് മാത്സിൽ നമുക്ക് 14 ചാപ്റ്റേഴ്സാണുള്ളത്, ഫിസിക്സിൽ 14, കെമിസ്ട്രിയിൽ 8. അങ്ങനെ ടോട്ടൽ നമ്മൾ കൂട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടും 55. അതായത് നമ്മുടെ ലാംഗ്വേജും ഇംഗ്ലീഷും ഒഴികെയുള്ള ബാക്കിയുള്ള സബ്ജക്റ്റ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 55 ആയിരിക്കും നമുക്ക് ടോട്ടൽ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിവിടെ ഡിസംബറിൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം കൂടെ കൂട്ടിയിട്ട് നമുക്ക് 7 ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ ഒരു ഡിസംബറിൽ 25 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ 2 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കണമെന്നാട്ടോ കൊടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് 29 വരെയാണ് നമ്മുടെ വെക്കേഷൻ ഉള്ളത്. അപ്പോൾ ആ ഒരു 25 മുതൽ 29 വരെയുള്ള നമ്മുടെ വെക്കേഷനിൽ നമ്മൾ 2 ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു 2 ചാപ്റ്റേഴ്സിൽ ഒരു ചാപ്റ്റർ അത്യാവശ്യം ചെറിയൊരു ചാപ്റ്ററും ഒരു ചാപ്റ്റർ അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുള്ള അധികം പഠിക്കാനുള്ള ചാപ്റ്റേഴ്സും ചൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. കാരണം നമുക്ക് ഈ ഒരു വെക്കേഷൻ സമയത്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന അത്രത്തോളമൊന്നും നമുക്ക് ക്ലാസ്സുള്ള ദിവസങ്ങളിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അതുകൊണ്ടാണ് നമ്മളിവിടെ 2 ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് 30-31 നമുക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചാപ്റ്ററാണ് കൊടുക്കുന്നുള്ളത്. അത്യാവശ്യം വലിയ ചാപ്റ്റേഴ്സ് ഒന്നും ആ ഒരു ദിവസങ്ങളിൽ കൊടുക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ഒരു ഡിസംബർ കഴിയുമ്പോഴേക്കും നമുക്ക് 12 ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകുന്നത് ജനുവരിയിലേക്കാണ്. ജനുവരിയിൽ നമുക്ക് 31 ദിവസങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് 1 മുതൽ 31 വരെ നമ്മൾ ഓരോ ദിവസം ഓരോ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ 31 ചാപ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാറ്റർഡേയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ചാപ്റ്ററും കൂടെ നമ്മൾ പഠിക്കുന്നു. ഓൾറെഡി നമുക്ക് എല്ലാ ദിവസവും ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതിനോട് കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ചാപ്റ്റർ, അതായത് സൺഡേയിലും സാറ്റർഡേയിലും നമ്മൾ എന്ത് ചെയ്യുന്നു, 2 ചാപ്റ്റേഴ്സ് പഠിക്കുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു ജനുവരി കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനുവരിയിൽ നമുക്ക് 39 ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സും കൂടെ ബാക്കിയുണ്ട്. അതായത് നമുക്ക് ഫെബ്രുവരിയിൽ ഒരു 4 ദിവസം കൂടെ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഫെബ്രുവരി 1 മുതൽ 5 വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫെബ്രുവരി 1 മുതൽ 5 വരെ അതിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സാണ് അവിടെ പഠിക്കാനുണ്ടാവുക. അപ്പോൾ ആ ഒരു 4
ചാപ്റ്റേഴ്സ് എന്ത് കൊടുക്കുക, അതായത് ഞാനിവിടെ 1 മുതൽ 5 വരെ ഒന്നും കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ഈ ഒരു 25-ാം തീയതി തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് 1 മുതൽ 5 വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ചാപ്റ്റേഴ്സ് 1 മുതൽ 5 വരെയാണ് നമ്മൾ ഫെബ്രുവരിയിൽ ടൈം കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ നമ്മുടെ ഫെബ്രുവരി 5 കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ എക്സാമിന് കുറച്ച് ദിവസങ്ങളും കൂടെ മാത്രമാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു പ്രാവശ്യം വായിച്ചു എന്ന് വെച്ചിട്ട് നമുക്കത് ഓർമ്മ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 5 മുതൽ ഫെബ്രുവരി 15 വരെ ആ ഒരു 10 ദിവസം നമ്മൾ കൊടുത്തിട്ടുള്ളത് റിവിഷൻ ടൈം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമാണ് കേട്ടോ അത്. പിന്നെ 16 ഒന്നും നമ്മൾ കൊടുക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും 17-നൊക്കെ നമുക്ക് മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അതിന് വേണ്ടിയിട്ട് ആ ഒരു എക്സാം ഏതാണോ അതിന് വേണ്ടിയിട്ട് നല്ല ഡീപ്പായിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈം കൊടുക്കാന്നുള്ള രീതിക്കാണ് 15 വരെ നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇനി നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഇല്ല ഈ ഒരു സമയം നമ്മൾ നല്ല രീതിക്ക് തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിക്ക് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു സ്റ്റഡി പ്ലാൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമൻറ്റിൽ ചോദിക്കുന്നുണ്ടായിരുന്നു സ്റ്റഡി പ്ലാൻ വിടുമെന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇതിലും ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ എന്തായാലും നിങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ അത് ബാക്കിയുള്ളവർക്കും കൂടെ നല്ല രീതിക്ക് തന്നെ ഉപകാരപ്പെടും. സോ അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.